സംസാരിക്കട്ടെ. വായിക്കാം ഇന്നത്തെ ചിന്തയ്ക്കായി യോവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. അന്നാളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വായിക്കുന്നത് 18-ാമത്തെ വാക്യം മുതലുള്ള വാക്യം ഇവിടെ പറഞ്ഞ സഭയുടെ മേലുള്ള അവന്റെ അനുഗ്രഹമാണ്. 17-ാം വാക്യത്തിനകത്ത് ദൈവം പറയുന്ന എങ്ങനെയാണ്? ആമേൻ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് നിങ്ങൾ അറിയും. യെരൂശലേം വിശുദ്ധീകരിക്കുകയും അന്യജാതിക്കാർ ഇനി അതിൽ കൂടി കടക്കുകയുമില്ല. അപ്പൊ അന്യജാതിക്കാരുടെയും അന്യാരാധനകളുടെയും ശക്തികൾ ഇനി നിന്റെ ജീവിതത്തിലോ നിന്റെ പറമ്പുകളിലോ നിന്റെ ദേശത്തോ നിന്റെ സഭകളിലോ ഇനി എന്ത് ചെയ്യില്ല, വരത്തില്ല. അതിനുശേഷം അന്നാളിൽ, ആമേൻ, എവിടെയാ കർത്താവ്? സിയോനിൽ വസിക്കുന്നവനായ നിങ്ങളുടെ ദൈവമായ യഹോവ. കർത്താവ് എവിടെ ഇരിക്കുന്നത്? സിയോനിൽ. ആമേൻ. അതല്ലേ പാട്ടുകാരൻ പാടിയ? സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ആമേൻ. അപ്പൊ സിയോനിൽ വസിക്കുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞ് പൊഴിക്കും, കുന്നുകൾ പാലൊഴുക്കും. ആമേൻ. യഹൂദയിലെ എല്ലാ തോടുകളും വെള്ളം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഒഴുക്കും. യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ് പുറപ്പെട്ട്, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ സമയം ചില ഉറവകൾ പുറപ്പെടുകയാണ്. എവിടുന്നാ? യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആലയത്തിലേക്ക് ആ ഉറവകൾ പുറപ്പെടുന്നത്. സ്തോത്രം. അത് കെരീത്ത് താഴ്വര എന്ത് ചെയ്യും? നനയ്ക്കും. അപ്പൊ കെരീത്ത് എന്ത് ചെയ്യിക്കുന്നു? ഉണങ്ങി കിടക്കുക. ഈ കെരീത്ത് തോട് എന്ന് പറയുന്നത് ഏലിയാ പ്രവാചകന് ദൈവം ഇരുത്തിയ തോടാണ്. ഏതാ? കെരീത്ത്. ഈ കെരീത്ത് എന്ത് ചെയ്യും? ദൈവത്തിന്റെ വരവിന് തൊട്ട് മുൻപ് എന്ത് ചെയ്യും? ഈ കെരീത്ത് താഴ്വര എന്ത് ചെയ്യും? ദൈവം നനയ്ക്കും. ആമേൻ. ഏലിയാ പ്രവാചകൻ കെരീത്ത് തോട്ടിൽ നിന്ന് കുടിച്ചെന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ തോട് വറ്റിയപ്പോഴാ ഏലിയാവിന് അവിടെ നിന്ന് നേരെ സാറാപത്തിലേക്ക് ദൈവം അയച്ചത്. നിന്നെ ദൈവം അയക്കാൻ പോകുക. പക്ഷെ അന്ന് വറ്റിയ കെരീത്തിനെ തമ്പുരാൻ എന്ത് ചെയ്യുന്നു? ഇന്ന് പകൽക്കാലം അതിനെന്ത് ചെയ്യാൻ പോകുന്നു? നനയ്ക്കാൻ പോകുക. അതിന് നനച്ച് അതിൻ്റെ നിലയിലുള്ള പ്രവർത്തികൾ വെളിപ്പെടുത്തുന്ന ദൈവമാകയാൽ ഈ കർത്താവിന് ഇന്ന് പകൽക്കാലം നിങ്ങൾ വാഴ്ത്തുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നേക്കുമായി ശത്രു വിചാരിച്ചു കാണും ഇനി ഈ കെരീത്തിനൊരു ഗുണവുമില്ല, ഈ കെരീത്ത്, ആമേൻ, സ്തോത്രം, ഇനി ഒരിക്കലും ഇത് നനയത്തില്ല, ഇത് ഇനി ഉണങ്ങി മുള്ളുകളും പുറക്കാരകളും ഇതുവരെ ഇതിനകത്ത്, ആമേൻ, മുളയ്ക്കാത്തതെല്ലാം ഇതിനകത്ത് മുളച്ച് ഇനി ഇതിനകത്ത് ആമേൻ ഒരു നാൽക്കാലികളോ ഒരു ഇഴജന്തുക്കളോ ഒരു മനുഷ്യനും ഇതിനകത്ത് ശകലം വെള്ളം പോലും എന്ത് ചെയ്യില്ല, ഉപയോഗിക്കത്തില്ല എന്ന് ചിലപ്പോൾ ശത്രു പറഞ്ഞു കാണും. പക്ഷേ കർത്താവ് പറയുന്നത് ഈ കെരീത്തിനെ ഞാൻ നനയ്ക്കും. ഇന്ന് പകലിൽ ഉണങ്ങിക്കിടക്കുന്ന കെരീത്തെ, ഈ കെരീത്തിനകത്ത് ദൈവപ്രവൃത്തി ഒരു ഉറവ പൊട്ടി പുറപ്പെടാൻ പോകുക. ഇന്ന് പകൽ ഏതൊക്കെയോ കുടുംബങ്ങൾക്കകത്ത് ഉണങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് പോലും മറുപടി ലഭിക്കാതെ ശമനപരഗതുനി ഏതൊക്കെയോ ചില വിഷയങ്ങൾക്കകത്ത് നിങ്ങൾ ബന്ധിക്കപ്പെട്ടവരായി, നിരാശപ്പെട്ടവരായി, അല്പം പോലും പ്രതീക്ഷയില്ലാത്ത ചില നിമിഷങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ ആരോടൊക്കെ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഇത് നിന്റെ ദിവസമാണ്, നിന്റെ സീസണാണ്. ഇന്ന് പകലിൽ ഇത് നിന്റെ ദിവസമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി അഭിഷക്തയെ നിങ്ങളോട് ദൈവാലോചന അറിയിക്കുകയാണ്. വറ്റിക്കിടക്കുന്ന തോടുകളെ, നിസാരമായ തോടല്ല അത് ഏലിയാബിനെ വെള്ളം കൊടുത്ത തോടാ. അതാണ് ഈ കെരീത്ത്. ഈ കെരീത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങാൻ പോയ കാരണം ഒരു ഉറവ് ദൈവം എന്ത് ചെയ്യും? പുറപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഒരു ഉറവ് എന്ത് ചെയ്യും? പുറപ്പെടും.
അതിനെ പുറപ്പെടുത്തിയ ശേഷമാണ് ഇതിനകത്തൊരു വെളിപ്പാട് വെളിപ്പെടുന്നത്. സ്തോത്രം. നോക്കിക്കേ, യഹൂദ ദേശത്ത് വച്ച് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ അവരോട് ചെയ്ത സാഹസഹേതുവായി മിസ്രയീം ശൂന്യമായി കിടക്കുന്നേയും. നോക്കിക്കേ, നിങ്ങൾ താഴോട്ട് 19-20-21 വാക്യങ്ങൾ വായിക്കുമ്പോഴേ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ സഭകൾക്കകത്ത് വെളിപ്പെടുകയാണ്. എക്കാലത്തും സഭകൾക്കകത്ത് ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടും. ദൈവമേ, നീ ഭാരപ്പെടണ്ട, നിനക്ക് നിന്റെ വറ്റിപ്പോയ വരണ്ട് കിടക്കുന്ന ചില വേദനിക്കപ്പെട്ട വിഷയങ്ങൾ ദൈവം പറയുന്നു, ഈ കെരീത്തിന് ഞാൻ നനയ്ക്കും. സ്തോത്രം. ഇന്ന് പകലിൽ ഈ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ചലിക്കുന്നു. ഈ ജൂലൈ മാസം നിന്റെ ജീവിതത്തിലെ കെരീത്തുകൾ, വരണ്ട് കിടക്കുന്ന കെരീത്തുകൾ നനയ്പ്പാൻ ഒരു നദി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുക. ഒരു നദി ഇന്ന് പകൽക്കാലം പുറപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ 4 നദികൾ പുറപ്പെട്ടു. എന്നാൽ ഒരു നദി ഇന്ന് പകൽക്കാലം ഏദൻ തോട്ടം നനയ്ക്കാൻ പുറപ്പെട്ടെങ്കിൽ നിന്റെ ജീവിതമാകുന്ന ഏദൻ നനഞ്ഞ് ഫലപുഷ്ടിയായ ഒരു വലിയ ഗാർഡനായി തീരാൻ പോകുക. നിന്റെ ജീവിതത്തിലെ കെരീത്ത് ഇന്ന് പകൽ അത് ഒന്ന് നനയാൻ പോകുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ചിലതൊക്കെ ദൈവം പറയുന്നതെന്നറിയാമോ? നോക്കിക്കേ, ആമേൻ, കുന്നുകൾ എന്ത് ചെയ്യും? പാലൊഴുക്കും. ആമേൻ. ചിലതൊക്കെ അസ്തമിക്കപ്പെട്ടിരിക്കുന്നതിന് ദൈവം ചിലത് മുളപ്പിച്ച് പുറത്തെടുക്കുകയാണ്. ഇതിനകത്തൊന്നും മുളയ്ക്കത്തില്ല എന്ന് പറയുമ്പോൾ ഇന്ന് പകൽക്കാലം ചില നന്മകളുടെ ഉറവിടത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങൾ കയറ്റുകയാ. പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഈ ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ അഭിഷക്തന്മാരെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അഭിഷക്തന്മാരെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവം അവരെ നിരാശപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി അയക്കണമേ. അത്ഭുതങ്ങൾ ചെയ്യണം. ഇന്ന് പകൽക്കാലം ചില കെരീത്തുകൾ നിറഞ്ഞൊഴുകട്ടെ. നന്മകളും അനുഗ്രഹങ്ങളും ചില കുടുംബങ്ങൾ ഇന്ന് പകൽക്കാലം പ്രാപിച്ചെടുക്കട്ടെ. അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.